9 തരത്തിലുള്ള ഭക്തിയുടെ സങ്കല്പങ്ങൾ പ്രഹ്ലാദൻ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്നു. നവതാ ഭക്തി ശ്രവണം ആദ്യത്തേതാണ്, കേൾക്കുക എന്നുള്ളതാണ്. കേട്ടാ ഗുരുവായൂരപ്പനെ കിട്ടുമോ? കിട്ടും. ഈ മഹാഭാരതത്തിൽ കാണണോ? അല്ലെങ്കിൽ ഭാഗവതത്തിലുണ്ടതാ രുക്മിണി നോക്കൂ. ഭഗവാന്റെ ഇൻസ്റ്റാഗ്രാം റീൽസ് കണ്ടിട്ടും ഭഗവാന്റെ പ്രൊഫൈൽ പിക്ചർ കണ്ടിട്ടും അല്ലല്ലോ രുക്മിണിയെ ഭഗവാനെ കാണുന്നത്. ആദ്യം രഥത്തിലേക്ക് പിടിച്ചു കയറ്റുമ്പോഴാണ് കൃഷ്ണൻ എന്ന് പറയുന്ന ഒരാൾ ഇങ്ങനെയാണെന്ന് അറിയുന്നത്. അതുവരെ കണ്ടിട്ടുണ്ടോ രുക്മിണി? കണ്ടിട്ടേ ഇല്ല ഭഗവാനെ. പക്ഷെ എന്ത് ചെയ്തു? വിദർഭയിലേക്ക് ഭീഷ്മകന്റെ അടുത്തേക്ക് വരുന്ന മഹാത്മാക്കളിൽ നിന്ന് ഭഗവാനെ കുറിച്ച് കേട്ടു. ദ്വാരകയില്, അമ്പാടിയില്, ഗോകുലത്തിൽ ഒരു കൃഷ്ണനുണ്ട്, അദ്ദേഹം എങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. കേട്ട് 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 രുക്മിണി കൃഷ്ണനായിട്ട് മാറി, ഓട്ടോമാറ്റിക് ആയിട്ട് മാറി. അതുകൊണ്ടാണ് കത്ത് എഴുതിയത്. എന്ത്? എനിക്ക് ഗോപാലനെ മതി, ശിശുപാലനെ വേണ്ട. ഒപ്പം ഒന്നുകൂടെ എഴുതി, ഇത് അവിടെ ഇരിക്കുന്ന നരസിംഹസ്വാമി ഇരിക്കുന്ന സ്ഥലമാണ്. അവസാനം കത്ത് അവസാനിപ്പിക്കുമ്പോൾ പറയുന്നുണ്ട്, ഭഗവാനെ, അങ്ങാകുന്ന സിംഹത്തിന് അർപ്പിക്കപ്പെട്ടുള്ള ഇരയാണ് ഞാൻ. എന്നെ ശിശുപാലൻ എന്ന കുറുക്കൻ പിടിച്ചോണ്ട് പോയി കഴിഞ്ഞാൽ അങ്ങേക്കാണ് നിന്റെ മാനക്കേട്. അങ്ങാകുന്ന സിംഹത്തിന് കഴിക്കേണ്ട ഞാൻ എന്ന ഇരയെ വെറും കുറുക്കനായിട്ടുള്ള ശിശുപാലൻ പിടിച്ചോണ്ട് പോയി കഴിഞ്ഞാൽ എനിക്കല്ല, അങ്ങേക്കാണ് അതിന്റെ കുറവ്. ഭഗവാൻ നരസിംഹം കൂടിയാണെന്ന് മനസ്സിലാക്കിയ ആളായിരുന്നു. അതുകൊണ്ടാണ് വിളിച്ചത് സിംഹമേ എന്ന്. ആദ്യം ഭുവനസുന്ദര എന്നൊക്കെ വിളിച്ചിട്ടാണല്ലോ തുടങ്ങണേ. അത് കഴിഞ്ഞ അവസാനം പറയാ അങ്ങ് സിംഹമാണല്ലോ എന്ന്. രുക്മിണി കേട്ട് ശ്രവണത്തിലൂടെ ഭഗവാന് കിട്ടിയ ആളാ. ശ്രവണം ആണ് ആദ്യത്തെ സ്റ്റെപ്പ്. അതുകൊണ്ടാണ് നമ്മൾ എല്ലാ ആചാര്യന്മാരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താ? എവിടെ എന്ത് സത്സംഗങ്ങളെങ്കിലും കേൾക്കൂ കേൾക്കൂ കേൾക്കൂ. എന്തിനാ നിങ്ങനെ കേട്ടു കേട്ടു പറയണത്? ഭഗവാൻ നിങ്ങളുടെയൊക്കെ മനസ്സിലേക്ക് പ്രവേശിക്കുന്നത് നിങ്ങളുടെ ചെവിയിലൂടെയാണെന്ന് മനസ്സിലാക്കുക. ചെവിയുടെ ഈ 2 ദ്വാരത്തിലൂടെ വേണം ഗുരുവായൂരപ്പൻ ഇതിനകത്തേക്ക് കയറാൻ. അതിനെന്ത് വേണം? ഭഗവാനെ കുറിച്ച് കേൾക്കണം. കേട്ടാൽ മാത്രമേ ഭഗവാനെ കിട്ടുള്ളൂ ആദ്യത്തെ ഘട്ടത്തിൽ.